സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയാനും അങ്ങനെ മുന്നോട്ട് പോകാനുമാണ് ആഗ്രഹിക്കുന്നത്. അത് സമൂഹം പൊതുവെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല. ഈ തുറന്ന് സംസാരിച്ചതിന്റെ പേരിലും വിവാദങ്ങൾക്കിടയിൽ അകപ്പെട്ടതിന്റെ പേരിലും ഒരുപാട് കുത്തി വാക്കുകൾ കേട്ടിട്ടുണ്ടല്ലേ? റിനി ആൻഡ് ജോർജ് ഈ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടത് സെല്ലുലോയിഡ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലാണ്. അതിന് കുറച്ച് വ്യൂസും കാര്യങ്ങളും ഉള്ളൂ. ഞാൻ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഇവിടെ എടുക്കുന്നുള്ളൂ. നിങ്ങൾ എന്തായാലും ആ യൂട്യൂബ് ചാനലിൽ പോയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ കറക്റ്റായിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, എനിക്ക് റിനിയെക്കുറിച്ച് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഓൾറെഡി ഞാൻ ഒരുപാട് പറഞ്ഞതാണ്. ഇപ്പോൾ ഈ ഇലക്ഷൻ്റെ അവസാന നിമിഷത്തിൽ വന്ന് ഈ ഇന്റർവ്യൂ കൊടുക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് എനിക്കറിയത്തില്ല. ഈ ഇലക്ഷൻ്റെ അവസാന നിമിഷത്തിൽ വന്നിട്ട്, കാരണം പുള്ളിക്കാരിയുടെ സ്വഭാവം എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അന്ന് മനസ്സിലായി കാണുമായിരിക്കും. അപ്പോൾ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു വ്യക്തിനെ തുറന്നു കാണിക്കാനാണോ അത് ഇട്ട് കൊടുക്കാനാണോ എന്താ പുള്ളി ചെയ്തതെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം. എൻ്റെ ഒരു അഭിപ്രായം വെച്ച് നോക്കുവാണെങ്കിൽ അവർ ചെയ്ത ദ്രോഹം തന്നെ. കാരണം എന്ന് വെച്ചാൽ ഒരു ഇൻ്റർവ്യൂ കൊടുത്ത സമയത്ത് ഒരു നേതാവ് ആരെ എടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഹൂ കേസ് എന്നുമുള്ള ഒരു രീതിയിലുള്ള ഒരു ചെറിയൊരു ക്ലൂവും കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂ കൊടുത്തു കഴിഞ്ഞപ്പം ആ ആങ്കർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരളം ഇത് കത്താൻ ചാൻസ് ഉണ്ടല്ലോ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് കൊടുക്കേണ്ട കാര്യം, റിനി ഇത് പറഞ്ഞു, ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്തതായിട്ടുള്ള രീതിയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. കാരണം ആ ഒരു ഇൻ്റർവ്യൂവിന് ഇപ്പോഴും വലിയ വ്യൂസും കാര്യങ്ങളൊന്നുമില്ല. അതിലൊരു പോർഷൻ മാത്രം എടുത്തുകൊണ്ട് പോയി ന്യൂസുകാരത് എടുത്തിട്ട് അലക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. സാധാരണ നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ ഇതുപോലുള്ള കാര്യങ്ങൾ തപ്പിയെടുക്കാൻ പോകുന്നത്, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ. പക്ഷെ ഇതൊരു ന്യൂസുകാർ അത് ഇത്രയും വ്യൂ പറഞ്ഞൊരു സാധനം തൂക്കി എടുത്തുകൊണ്ട് പോയി അത് വെച്ചങ്ങോട്ട് തുടങ്ങിയപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി കളി അങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത്. വെൽ പ്ലാൻഡ് ആയിട്ട് ചെയ്തൊരു കാര്യമാണ്. ഇപ്പം സ്ത്രീകൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന വ്യക്തിയാണെന്ന് പറയുന്നുണ്ട് റിനി. അതിൻ്റെ ഇടയ്ക്ക് ഒരു MLA, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു MLAയും പുള്ളി MLA അല്ല, ഞാൻ കൂടുതൽ പറയുന്നില്ല അതിനെക്കുറിച്ച്, ഒരു പാർട്ടിക്കാരിയും ഒരുത്തനായിട്ടുള്ള ഇത് പൊക്കിയപ്പം ആ പാർട്ടിക്കാരിക്ക് സപ്പോർട്ട് ചെയ്യാൻ പോയ ആൾക്കാരാണ്. അതിജീവിതയ്ക്കൊപ്പം അങ്ങനെയൊക്കെയെന്ന് പറഞ്ഞിട്ട് ഇപ്പം നമ്മുടെ നടൻ രഞ്ജിത്തിനെ പിടിച്ച സമയത്ത് നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരൊക്കെ അവിടെ പോയി. ആ ഒരു കാര്യം ദിലീപിൻ്റെ കേസ് വന്ന സമയത്ത് കുറേ പെണ്ണുങ്ങൾ ദിലീപിനെ ഇറങ്ങി തിരിച്ചിട്ടുണ്ടായിരുന്നു. ഈ രഞ്ജിത്തിന് വന്നപ്പോൾ ഈ പറയുന്ന നടിമാരൊക്കെ അവിടെ പോയി എന്ന് പറയുന്ന പോലൊക്കെ തന്നെ ഇവൾമാരൊക്കെ എന്താ പറയണ്ടേ, രാഷ്ട്രീയ കച്ചവടം എന്താ പറയണ്ടേ. ഇപ്പം രാഹുലിൻ്റെ കാര്യത്തിൽ കുറച്ച് വിളംബരം നടത്തി. രാഹുൽ ഇങ്ങനെയാണ് മറ്റവനാണ് മറിച്ചതാണെന്നൊക്കെ പറയുമ്പോൾ കിട്ടേണ്ട എല്ലാം മേടിച്ചിട്ടൊരു മൂലയ്ക്ക്. പിന്നെ എന്താ പറയണ്ടേ, ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും എല്ലാം ഡീആക്ടിവേറ്റ് ചെയ്തിട്ട് അങ്ങ് പോകും. പിന്നെ ഇലക്ഷൻ്റെ അവസാന നിമിഷത്തിൽ വന്നിട്ട് ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂ പിന്നെ കൊടുക്കും, ആൾക്കാർ മുമ്പിൽ ഇട്ട് കൊടുക്കുക എന്ന് പറയത്തില്ലേ, അതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കണ്ടിട്ട്. എന്തായാലും നിങ്ങൾ ആ സെല്ലുലോയിഡ് എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബ് ചാനലിൽ പോയിട്ട് ഫുള്ള് കാണുക. ഞാൻ എന്തായാലും കുറച്ച് കാര്യങ്ങൾ വെച്ച് തരാം. എന്തായാലും റീനിയെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക. പിന്നെ അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ഇഷ്ടമുള്ളവർ മാത്രം ഈ വീഡിയോയ്ക്ക് ലൈക്ക് അടിച്ചാൽ മതി. ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പും കൂടെ കൊടുത്തു. എന്തായാലും നമുക്ക് വീഡിയോ കാണാം. ശരി, ഇതൊക്കെ എങ്ങനെയാണെന്ന് മനസ്സുകൊണ്ട് ഏറ്റെടുത്തത് എങ്ങനെയാ? ഒരിക്കലും ഒരു വ്യക്തിക്ക് വിവാദത്തിൽ അങ്ങോട്ട് പോയി ചാടാൻ പറ്റത്തില്ല. പക്ഷെ വരുമ്പോൾ ഒരു കടല് ഇറങ്ങുന്ന പോലെ ഒരു വരവായിരിക്കും. ചിലപ്പോൾ അന്ന് കൂട്ടുകാർ പോലും കൂടെ കാണണമെന്നില്ല. സംഭവിച്ചിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ടേണാണ് എന്റെ ലൈഫിൽ ഉണ്ടായത്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ ഇങ്ങനെ ഒരു വിവാദത്തിൽ പോയി ചാടും എന്നുള്ളത്. പക്ഷെ അതിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ഞാനത് ആക്സെപ്റ്റ് ചെയ്തു. കാരണം എനിക്ക് ചെറുപ്പം തുടങ്ങി ഇങ്ങനെ വിവാദം എന്നുള്ളതല്ല, ചെറുപ്പം തുടങ്ങി സമൂഹത്തെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. തുറന്നു പറയുന്നവർ, അഭിനയിക്കാത്തവർ, ഇച്ചിരി ബോൾഡ് ആയിട്ടുള്ള പെൺകുട്ടികൾ, ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇടാൻ ഇഷ്ടമുള്ള പെൺകുട്ടികളൊന്നും ആക്സെപ്റ്റ് ചെയ്യും. ഓ തള്ളിനൊരു കുറവുമില്ല കേട്ടോ, തള്ളിനൊരു കുറവുമില്ല. 3 ദിവസം കൊണ്ട് മാഞ്ഞു പോയേക്കാം. ഇത് തിരമാലകൾ പോലെ നല്ലൊരു ആഞ്ഞടിച്ചില്ലേ ജീവിതത്തിൽ? അതെ, ഞാൻ വിചാരിച്ചു 2-3 ദിവസം കഴിയുമ്പോൾ കഴിഞ്ഞു പോകും എന്ന് വിചാരിച്ചു, കുഴപ്പമില്ല എന്നങ്ങ് വിചാരിച്ചു. പക്ഷെ അത് വിചാരിച്ചതിലും അപ്പുറത്തേക്ക് ഈ പറഞ്ഞ പോലെ തിരമാലകൾ പോലെ തന്നെ അടിച്ചു. ഒരു 7-8 മാസം ഒരു സമാധാനം കിട്ടിയിട്ടില്ല. സമാധാനം മീൻസ് എപ്പോഴും നമ്മുടെ കുത്തുവാക്കുകളോ അതുപോലാണല്ലോ നിങ്ങൾ ചെയ്തു വെച്ചത്. രാഹുലിൻ്റെ ഓരോ കേസ് കേട്ട് വരുമ്പോഴാണെങ്കിൽ പോലും എല്ലായിടത്തും ചെന്ന് കമൻറ്റ് ഇടുന്നുണ്ടായിരുന്നു, ഞാൻ രാഹുലിൻ്റെ പേര് എവിടെയും വിളിച്ച് പറഞ്ഞിട്ടില്ല, നിങ്ങൾ അതിന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത്. ഇത് ഏതോ ഒരു വക്കീലോ ഏതോ ഒരു തുക്കട രാഷ്ട്രീയക്കാരനോ എന്തോ പറഞ്ഞു കൊടുത്തെന്നും പറഞ്ഞിട്ടാണ് ഈ ചേച്ചി കിടന്ന് ഇങ്ങനെ സംസാരിക്കുന്നത്. ഞാൻ ആരുടെയും പേര് പറഞ്ഞിട്ടില്ലല്ലോ എന്നും പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയമാണെന്ന് എല്ലാവർക്കും അറിയാം. രാഹുൽ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ വിളംബരം ചെയ്തപ്പോൾ ചേച്ചിയുടെ അടപ്പ് തെറിച്ചു. പിന്നെ സീനാദേവി കുഞ്ഞമ്മ അവർ പറഞ്ഞു ഈ പറയുന്ന റിനി രാത്രി രാഹുലുമായിട്ട് സംസാരിക്കാറുണ്ടായിരുന്നെന്ന്. പാതിരാത്രിക്ക് രാഹുലുമായിട്ട് സംസാരിക്കാറുണ്ട്. പിന്നെ അത് മാത്രമല്ല ടെലിഗ്രാമിൽ ഒരു സീക്രട്ട് ചാറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ. അപ്പം ഇതൊക്കെ പുറത്ത് വന്നപ്പോഴൊക്കെ ചേച്ചി അങ്ങ് പേടിച്ചു പോയി. നമുക്കെല്ലാം പണി കിട്ടിയാലോ എന്ന് കരുതിയിട്ട്. ഈ അനുഭവങ്ങളുണ്ട്. അപ്പൊ അതേ അനുഭവം തന്നെയാണ് എനിക്ക് മാത്രമായിട്ട് ഒരു അനുഭവം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചു. 2 കാര്യങ്ങളുണ്ട്. ചിലപ്പം അനുഭവങ്ങൾ എല്ലാവർക്കും കാണും. ഇത് തുറന്ന് പറയുന്നവരും കാണും, പറയാത്തവരും കാണും. പക്ഷെ റിനി അത് പറഞ്ഞു. അതാ ചോദിക്കും, ഈ പറഞ്ഞത് പറയണമെന്ന് വിചാരിച്ചു പറഞ്ഞതാണോ അതോ സംഭവിച്ചു പോയതാണോ? അതങ്ങനെ സംഭവിച്ചു പോയതാണ്. അതെന്റെ ഒരു ടങ് സ്ലിപ്പ്
ഒരു സെക്കൻഡ് ഇന്റർവ്യൂ ആയിരുന്നു. ആദ്യം ഞാൻ ഏഷ്യാനെറ്റിൽ ഒരു ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്, സിനിമ ബേസ്ഡ്. പിന്നെ വരുന്ന ഒരു ഇന്റർവ്യൂ ആയിരുന്നു. അപ്പൊ എനിക്ക് ഒരുപാട് ഇന്റർവ്യൂ കൊടുത്ത് അങ്ങനെ പരിചയമൊന്നുമില്ല. അപ്പൊ ഞാൻ അങ്ങനെ സംസാരിച്ചു പോയൊരു സാധനമാണ് അത്. ആ ഇന്റർവ്യൂവർ തന്നെ എന്നോട് പറഞ്ഞു, ഇത് ഔട്ട് ഇറങ്ങുമ്പോ ഇനി ഭയങ്കര പ്രശ്നമാവട്ടോ. ഞാൻ പറഞ്ഞു അങ്ങനെ വിചാരിച്ചു. പിന്നെ എന്ന് വിചാരിച്ച് എനിക്ക് പറഞ്ഞതുപോലെ ഔട്ട് ഇറങ്ങിയപ്പോഴേക്കും ഈ ഒരു ഒറ്റ വാക്കുകൊണ്ട് ജീവിതം മാറി മറിയുമെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ലേ? അതെ, അങ്ങനെ മാറിപ്പോയ ഒരാളാണ്. അതെ, വല്ലാത്തൊരവസ്ഥ. അതുകൊണ്ട് എന്താ ഇപ്പൊ ഈ റിനിക്കാണെങ്കിൽ സിനിമയിൽ പോലും അവസരങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അവർ വിളിക്കുന്നത് പോലുമില്ല. അവർക്ക് തൃപ്തി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വെച്ചിരിക്കുന്ന ക്ലിപ്പ് ഇച്ചിരി സ്പീഡ് കൂടുതലാണ് എൻ്റെ പൊന്നോ. അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് സൗണ്ടിന് ചെറിയ വേരിയേഷൻ വരും. അതായത് നിങ്ങളെ കണ്ടോണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി ചേച്ചി പറയുന്ന അടുത്തൊന്ന് വെക്കാം. ഒരു തുള്ളി കണ്ണുനീർ എന്റെ കണ്ണിൽ നിന്ന് വീഴ്ത്താൻ ഈ കമന്റ് ചെയ്യുന്നവർക്ക് പറ്റിയിട്ട് അത് പറ്റത്തില്ല. കാരണം കിട്ടുന്ന പൈസ അത് വേറെ കാര്യം. ആ പൈസയുടെ അത്രയൊന്നും വരത്തില്ലല്ലോ 3-5 കണ്ണീര്. അതിപ്പോഴല്ല, ഒരു സമയമാകുമ്പോൾ തിരിഞ്ഞടിക്കും. കാരണം എനിക്കൊരു സ്റ്റാൻഡേ ഇല്ല. അത് നമുക്ക് വ്യക്തമാക്കാന്നേ ഉള്ളൂ. ആദ്യത്തെ 2ാമത്തെ 3ാമത്തെ കേസ് ഇട്ട് വന്ന സമയത്ത് തന്നെ ഞാൻ സത്യം തെളിഞ്ഞു. എന്നിട്ട് വലിയ കുറച്ച് കരച്ചിൽ നാടകമൊക്കെ നടത്തുകയൊക്കെ ചെയ്ത്. എന്നിട്ടോ നൈസായിട്ട് അങ്ങ് നോക്കി. ഇത് പുള്ളിയുടെ റോളെന്ന് പറഞ്ഞാൽ ഇട്ട് കൊടുക്കുക എന്നുള്ള ഇതായിരുന്നു. പുള്ളി അത് നല്ല രീതിയിൽ ചെയ്തു. നല്ല രീതിയിൽ അത് പുള്ളിക്കാർ ചെയ്തിട്ടുണ്ട്. ഇട്ട് കൊടുത്തു. ഒരുത്തൻ്റെ ജീവിതം നശിപ്പിച്ചു. പക്ഷെ കുഴപ്പമില്ല, അവൻ തിരിച്ചു വരുമ്പോഴും റിനിക്കൊരു നല്ലൊരു സ്റ്റേജിൽ എത്താൻ പറ്റുമോ? തോന്നുന്നില്ല. ഒരു വാചകമുണ്ട്, തെരഞ്ഞെടുപ്പിന്റെ ചൂടിൽ നിൽക്കുമ്പോൾ രാഷ്ട്രീയം സംസാരിക്കാനായി റിനി ഏത് പാർട്ടിയാ? അതെല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം. ആക്ച്വലി ഞാൻ അങ്ങനെ ഒരു പാർട്ടിയിലും ഇല്ല. ഞാൻ അങ്ങനെ ഒരു പാർട്ടി പ്രവർത്തകയോ പാർട്ടിയുടെ ഭാരവാഹിയോ ഒന്നും അല്ല. പിന്നെ എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കോൺഗ്രസ് പാർട്ടിയോട് ഒരു അനുഭവം. ഇതുപോലൊരു വാക്കിൽ അന്നും പെട്ടതാണോ? കോൺഗ്രസ് പാർട്ടിയോട്, കോൺഗ്രസ്സുകാർക്ക് ചിലപ്പോൾ നിന്നോട് കാണത്തില്ലായിരിക്കും. ഉള്ളവരും തുറന്നു പറയാലോ. കാരണം അതുപോലത്തെ കാര്യമില്ല നീ ചെയ്ത് കിട്ടിയത്. ചിലപ്പം ആ സമയത്ത് വി ഡി സതീശൻ ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഒരു കാര്യം ഞാൻ തുറന്നു പറഞ്ഞു, നമ്മളെല്ലാവരും വി ഡി സതീശനെ കുറ്റം പറഞ്ഞാണ്. പക്ഷേ ഇപ്പം കേരളം ഒരു ഇലക്ഷന്, അതായത് ഇപ്പോൾ 10 വർഷം കൊണ്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയുടെ അഴിമതിയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. ആ പാർട്ടി മാറണം. അതിന് എല്ലാവരും ഒത്തുതേരെ നിൽക്കണം. ആ സമയത്ത് വി ഡി സതീശനെ എടുത്തിട്ട് അലക്കാനോ ഈ രാഹുലിൻ്റെ വിഷയം പറഞ്ഞു ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. രാഹുൽ തിരിച്ചു വരും. ഞാൻ പറയുന്ന കാര്യമാണ്, ഞാൻ കറക്റ്റ് കാര്യം പറയുന്നത്. ഇനി ഒരു 2.5 മാസം കൂടെ കഴിഞ്ഞാൽ മതി. 3-2.5 മാസത്തിനുള്ളിൽ രാഹുൽ തിരിച്ചു വരും, ഉറപ്പാണ്. അത് പാർട്ടിക്കാരെല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഇലക്ഷൻ കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ട് തിരിച്ചു വരുന്ന ഒരു കാര്യമാണ്. ടീമുകൾ തന്നെയാണോ റിനിയെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത് എന്നൊരു കമന്റ് ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ അറിയാതെ സ്വന്തമായിട്ട് പറഞ്ഞു ഒരു കാര്യമാണ് അത്. ഞാനത് ഒരുപാട് ഇന്റർവ്യൂസിൽ അതിനെ കുറിച്ച് പറഞ്ഞു. ഇനി വീണ്ടും ഞാനത് വിശദമാക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതെന്റെ ഒരു ടൈം സ്ലിപ്പ്. അറിയാതെ പറഞ്ഞാണെങ്കിലും നിങ്ങൾ ആലോചിക്കണം, ഓരോ പെൺകുട്ടികളെയും ഈ പറയുന്ന റിനി വിളിക്കുന്നുണ്ടായിരുന്നു. ഓരോരുത്തരെയും വിളിച്ച് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയുമ്പോൾ റിനി ആരാമോളെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പം അറിയാതെ പറഞ്ഞാലും പിന്നെന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടാൻ പോയത്? അത് അവർ പേഴ്സണല്ലേ? പിന്നെ ഓരോ പെണ്ണെ വരുന്നു, കുത്തി വെക്കുന്നു. നിങ്ങൾ ചിന്തിക്കുക, റിനിയുടെ വായന അറിയാതെ ഒരു കേസ് ആയിട്ട് വരുന്നു, മീഡിയക്കാർ അത് ഏറ്റെടുക്കുന്നു, ഏത് പെണ്ണാന്ന് തേടി പോകുന്നു. അങ്ങനെ ഒരുപാട് കള്ളങ്ങൾ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. ഇത് മണ്ടന്മാരല്ല, കേരളത്തിലെ ആൾക്കാർ ഒരു മണ്ടരാന്ന് ചിന്തിക്കരുത്. പറഞ്ഞു മനസ്സിലായി. ഈ ഒരു ഇന്റർവ്യൂ വന്നു പറഞ്ഞ് നീ വിളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് കൊട്ടേഷൻ ഒന്നും ചെയ്യിപ്പിച്ചതല്ല. കോൺഗ്രസ് ഭരണം ഏറ്റെടുത്താൽ മുഖ്യമന്ത്രി ആരായിരിക്കും? ഞാൻ 2 ഓപ്ഷൻ കാണിക്കാം. തീരുമാനിക്കേണ്ടത് യുഡിഎഫ് ഭരണത്തിൽ വരണോ വേണ്ടയോ എന്നുള്ളത് 1. 2, ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് ആരാണ് മുഖ്യമന്ത്രി ആകേണ്ടത്. എനിക്കിപ്പോ വി ഡി സാർ ആണെങ്കിലും ചെന്നിത്തല സാർ ആണെങ്കിലും സന്തോഷം തന്നെയാണ്. കാരണം വി ഡി സാറാണെങ്കിലും ചെന്നിത്തല സാറാണെങ്കിലും എനിക്ക് സന്തോഷമാണ്. നീ ഇങ്ങനെ അല്ലായിരുന്നല്ലോ നേരത്തെ പറഞ്ഞു. നേരെ വി ഡി സതീശനായിരുന്നല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. എൻ്റെ റിനി കേരളത്തിലെ ജനങ്ങളെ ആരും അത്ര മണ്ടൊന്നുമല്ല. വി ഡി സതീശൻ്റെ പേര് മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. കാരണം അത് പറഞ്ഞാൽ ഇനി വേറെ ന്യൂസ് വരുമോ എന്ന് പേടിച്ചിട്ടായിരുന്നു. എങ്ങനെ പോയാലും അഥവാ കേരളത്തിലെ മുഖ്യമന്ത്രി ആവാൻ കഴിവുള്ള ഒരൊറ്റ വ്യക്തിയുള്ളത് രമേശ് ചെന്നിത്തല തന്നെയാണ്. പറഞ്ഞു മനസ്സിലായോ? അദ്ദേഹത്തിന് അതിനുള്ള കഴിവുണ്ട്. അതുപോലത്തെ ഒരു മനുഷ്യനാണ് അദ്ദേഹം. രണ്ടുപേരും വളരെ നല്ല വ്യക്തിത്വങ്ങളാണ് എന്നുള്ളത്. ഇപ്പൊ സാറാണെങ്കിലും ചെന്നിത്തല സാറാണെങ്കിലും വി ഡി സാറാണെങ്കിലും നിലപാടുകളുള്ള വ്യക്തിത്വങ്ങളുള്ള 2 വ്യക്തികളാണ് എന്നുള്ളത് അറിയാം. പക്ഷെ എന്റെ ഒരു പേഴ്സണൽ ഇഷ്ടം എന്ന് പറയുന്നത് എപ്പോഴും വി ഡി സതീശനാണ്. അതിന്റെ ഒരു മേജർ കാരണം എന്ന് പറയുന്നത് ഞാൻ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലൊരു വോട്ടറാണ്. പറവൂർ ആണ് എന്റെ സ്ഥലം. വി ഡി സതീശൻ കള്ളനാണ്, ഈ നോയനാണ് കള്ളനാണെന്നൊക്കെ പറയുന്നവരോട്
എന്തായിരിക്കും പറയാനുള്ള മറുപടി? അടുത്തറിയാവുന്ന ഒരു വ്യക്തിയാണല്ലോ റിനി. തീർച്ചയായിട്ടും. അല്ല, അതിനകത്ത് ഒരു വ്യക്തി ടാർഗറ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ വ്യക്തിയിൽ എന്തോ ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു കാരണം. തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നതില് നമുക്ക് അതിശയോക്തി ഒന്നും പറയാനില്ല. വളച്ചൊടിക്കാനാ ഇവിടെ കഴിഞ്ഞിട്ടേ ഉള്ളു. ആൾക്കാരെ സംസാരിച്ച് തരുത്തും. കാരണം നമ്മുടെ ഭാവം ക്ലിയർ ആക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകുന്നൊരു പെണ്ണാന്ന് മനസ്സിലാക്കുക. അടിപൊളി മോളെ, സമ്മതിച്ചു തന്നെ നിന്നുകൊണ്ട് എന്നെ ആളുകൾ ആക്സെപ്റ്റ് ചെയ്യണം എന്നാണ് ഞാൻ ജനങ്ങൾക്ക് വേണ്ടി റിനി എന്ത് ചെയ്യും? ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും റിനി എന്ന് പറഞ്ഞാൽ ഇലക്ഷന് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ റിനി ഇലക്ഷന് നിന്ന് ജയിച്ചാലുള്ള ഗുണം എന്താണെന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. എന്തായാലും അതൊന്ന് വെക്കാം. സ്ത്രീകൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യും. അയ്യോ, പണ്ട് സ്ത്രീകൾക്ക് വേണ്ടി ബീക്കിനിട്ട് നടക്കണം ബീച്ചിൽ കൂടെ പറഞ്ഞ ടീമാണ്. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം വേണം, ബീക്കിനിട്ട് നടക്കുന്നില്ല, എന്താ കുഴപ്പം എന്നൊക്കെ ഉള്ള രീതിയിലാണ്. നിങ്ങൾ കാണുന്ന അമ്മമാരെ, നിങ്ങളുടെ മക്കളെയൊക്കെ നിങ്ങൾ ഇങ്ങനെ ചേർക്കുമോ അല്ലെങ്കിൽ ഇങ്ങനെ വിടുവോ? ഇപ്പൊ അവള് സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ ഏറെ കയറിയതിനു ശേഷം ഇപ്പൊ ഇനി എന്താ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതായത് സ്ത്രീകൾ കുറച്ചും കൂടി മുന്നോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതായത് സ്ത്രീകളെ ഏതെങ്കിലും രീതിയിലേക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, സ്ത്രീകൾക്ക് വേണ്ടി എന്തൊക്കെ നമുക്ക് സഭയിൽ അവതരിപ്പിക്കാൻ പറ്റും, മീൻസ് പുതിയ പുതിയ കാര്യങ്ങൾ. അപ്പൊ സ്ത്രീകൾക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ്. അടുത്തത് നമുക്ക് പിന്നെയുള്ള കാര്യങ്ങൾക്ക് നോർമലി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, സ്കൂൾസ്, അതുപോലെ അശുതാണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു ജനപ്രതിനിധി ആകണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ ജനപ്രതിനിധിയെ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കാം. തീർച്ചയായിട്ടും തുറന്ന് സംസാരിച്ചു. സിനിമയായിരുന്നു എന്റെ ലക്ഷ്യം. പക്ഷെ പിന്നീട് സിനിമകളിൽ നിന്ന് കുറിച്ചോ? അല്ല, സിനിമകളിൽ നിന്ന് ഈ എല്ലാവരും എന്നോട് ചോദിക്കുന്നത് സിനിമയായോ എന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നത്. അപ്പൊ ഞാൻ എന്തെങ്കിലും എപ്പോഴും ഈ ചോദ്യം, ഞാനും മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ മോളൊന്നും അല്ലല്ലോ. എപ്പോഴും സിനിമ. ഇത് ഈവൻ സ്റ്റാർസിന്റെ മക്കൾ പോലും സിനിമകൾ ഒരുപാട്, ചെറിയ സ്റ്റാർസിനെയൊക്കെ മക്കൾ ഒരുപാട് ഇടവേളകളിലാണ് സിനിമകളിലൊക്കെ അഭിനയിക്കുന്നത്. അപ്പൊ സിനിമ എന്ന് പറയുന്നത് നമുക്കിങ്ങനെ മരത്തിൽ പോയി മാങ്ങ പൊട്ടിക്കുന്ന പോലെ ഈസി ആയിട്ടുള്ള ഒരു പരിപാടിയൊന്നും അല്ല. സിനിമ എന്ന് പറയുന്നത് ഒരു ലക്ക് തന്നെയാണ്. ചുരുക്കം പറഞ്ഞാൽ ചാൻസ് ഇല്ലെന്ന് അർത്ഥം. ഇപ്പം സിനിമയിലെ ആൾക്കാർക്ക് പോലും റിനിയോട് വലിയ താല്പര്യം കാണിക്കത്തില്ല. പിന്നെ റിനി അഭിനയിച്ച സിനിമ എന്ന് പറഞ്ഞാൽ അതൊരു മനുഷ്യൻ അറിഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു ആ രാഹുലിന്റെ വിഷയം വന്നപ്പോഴാണ് അറിയുന്നത് ഈ കുട്ടി ഒരു നടിയായിരുന്നോ, ഇങ്ങനെ ഒരു പടത്തെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് പോലും ആൾക്കാർക്ക് മനസ്സിലായത്. കഷ്ടം. തിരഞ്ഞെടുപ്പിന്റെ ചൂടിൽ നിൽക്കുമ്പോൾ അവസാനമായി പാലക്കാട് സ്ഥലം അറിയാം? അറിയാം, കേട്ടിട്ടുണ്ട്. പാലക്കാട് ഞാൻ ഒരുപാട് വർഷം പോയിട്ടൊക്കെ ഉള്ള സ്ഥലം തന്നെയാണ്. ഒരുപാട് പ്രോഗ്രാംസിന്റെ ഭാഗമായിട്ടൊക്കെ പോയിട്ടുള്ള സ്ഥലമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലവും കൂടിയാണ്. കാരണം പാലക്കാട് എന്ന് പറയുമ്പോൾ അതിന്റെ ഹരിതാത്മകം അല്ലെ, വളരെ ഹരിതപൂർണ്ണമായിട്ടുള്ള പച്ചപ്പൊക്കെ ഉള്ള, പ്രത്യേകിച്ച് അവിടുത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ കൽപ്പാത്തി ക്ഷേത്രം. ഞാൻ കൽപ്പാത്തി ക്ഷേത്രത്തിലൊക്കെ പോയിട്ടുള്ള ആളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് പാലക്കാട്. ഈ രാഷ്ട്രീയത്തെ പറ്റി നല്ല രീതിയിൽ അറിയാവുന്നവരെന്നും പറയുന്ന ഒരു കാര്യമുണ്ട്. പിഷാരടി എടുത്തോ, പാലക്കാട് പിഷാരടി എടുക്കുമ്പോ ഞാൻ തുടങ്ങിയ സിനിമയല്ല രാഷ്ട്രീയം, പിഷാരടിക്ക് വിജയ സാധ്യതയുണ്ടോ? അതെനിക്ക് ഇപ്പൊ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അവിടെ നടക്കുന്ന ഒരു ത്രികോണ മത്സരമാണ്. ശക്തമായ ഒരു ത്രികോണ മത്സരം പാലക്കാട് നടക്കുന്നുണ്ട്. അതായത് UDF-ന്റെ രമേശ് പിഷാരടി, BJP-യുടെ ശോഭാ സുരേന്ദ്രൻ, LDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി NMR റസാഖ്. പിഷാരടി ഒന്ന് മാറ്റി നിർത്തിയാൽ മറ്റു രണ്ടുപേർക്ക് എക്സ്പീരിയൻസ് ഉണ്ട് രാഷ്ട്രീയത്തിൽ. തീർച്ചയായിട്ടും. പക്ഷേ അതെനിക്ക് പറയാൻ പറ്റില്ല, അത് ജനങ്ങളുടെ കയ്യിലാണ്. പക്ഷെ എന്തായാലും എനിക്ക് പറയാനുള്ളത് നമുക്ക് ടൈറ്റ് ഫൈറ്റ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഒരു ചെറിയ വോട്ടിന്റെ വ്യത്യാസത്തിലായിരിക്കും ജയിക്കുന്ന ആള് ജയിക്കുക എന്നുള്ളതാണ് എന്റെ ഒരു. അല്ല, അത് നമുക്ക് പറയാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അല്ല, അത് ഞാൻ അത് വിവരക്കേട്. അദ്ദേഹം പറഞ്ഞത് വേറെയാണ്, അത് വളച്ചൊടിക്കുന്നത് നിങ്ങളെ പോലുള്ള ആൾക്കാരാണ്. സത്യം ഭയങ്കര മോശമാണ്. പിന്നീട് അദ്ദേഹം പറയുന്ന എക്സ്പ്ലനേഷൻ കേട്ടായിരുന്നു. ആരോ ചോദിച്ചപ്പോ ആരോ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, മമ്മൂട്ടിനെ ഒന്ന് കാണാൻ പറ്റും, ജയിച്ചു കഴിഞ്ഞാൽ മമ്മൂട്ടിനെ കൊണ്ടുവരാൻ ഇങ്ങനെ പറഞ്ഞു. അത്രേ ഉള്ളൂ. അല്ലാതെ അദ്ദേഹം കൊടുത്തൊരു വാഗ്ദാനമൊന്നും അല്ലാതെ. ഈ സോഷ്യൽ മീഡിയയുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഒരാളും സെന്റൻസ് പറയുന്നത് പോലും അതിനിങ്ങനെ മാറ്റി മറിക്കുവാണ്. അതിന് വേറൊരു മീനിങ് കൊടുത്ത് അവരുടെ ക്രെഡിബിലിറ്റി അങ്ങ് നശിപ്പിച്ചു. ഒറ്റ സെന്റൻസ് വെച്ചിട്ടായിരിക്കും അവരെ ക്രെഡിബിലിറ്റി. ഒരുപാട് കേസസ് ഉണ്ട്, അത് എടുത്ത് പറയാൻ പറഞ്ഞ കുറെ കേസസ് ഉണ്ട്. അപ്പോ ഇവക്ക് ഇത്രയും ബുദ്ധിയുണ്ടോ? ആദ്യമായിട്ട് ഇവിടെ വായന ഒരു നല്ലത് വീണത്. എടുത്തു കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ സാധ്യതയുണ്ട്. 3 പേർക്കും തുല്യമായി സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യം ഇപ്പൊ NMR റസാഖ് കേട്ടപ്പോ ആദ്യം എനിക്ക് ഇത് ആരാന്ന് അറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചൊരു അത്ര പോപ്പുലർ അല്ലാത്തൊരു സ്ഥാനാർത്ഥി എന്തുകൊണ്ടാണ് LDF ഇടുന്നത് എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. പക്ഷെ പിന്നീട് നമുക്ക് മനസ്സിലായി വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ അദ്ദേഹം വളരെ പോപ്പുലർ ആയി കേരളത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥികളിൽ ഒരാളായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം അത്രയും ടാലന്റഡ് ആണ്. ഒരു ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുമ്പോൾ BJP-യുടെ ഒരു സ്റ്റാറാണ്, ഒരു സ്റ്റാർ താരമാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു സ്ത്രീകള് കുറച്ച് സപ്പോർട്ട് ചെയ്യും. പക്ഷെ ഇത് ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ട് കിടക്കുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട്. സത്യമാണ്, പാലക്കാടിന്റെ കാര്യം അവള് പറഞ്ഞ കറക്റ്റ് കാര്യം. കൺഫ്യൂസ് ആണ്.
ബട്ട് പിഷാരടി ജയിക്കും. രാഹുലിന് വേണ്ടി ജയിപ്പിച്ചേ പറ്റുക. ഇവിടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ചാൽ ഇവളൊക്കെ വിചാരിക്കുന്ന കോൺഗ്രസ് അവിടെ തോറ്റു പോകണമെന്ന് തന്നെ, കമ്മ്യൂണിസ്റ്റ് ജയിക്കണമെന്ന് ഇവിടെയൊക്കെ ആഗ്രഹം. എന്തായാലും ഇനി നാളെയും മറ്റന്നാളൊക്കെ വല്ല ഇനി എന്തൊക്കെയാണ് വരാൻ പോകുന്നത് കണ്ടറിയാം. ഇപ്പോൾ രാഹുലിൻ്റെ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയപ്പോൾ ചേച്ചി രംഗത്തും വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇറക്കിയതായിരിക്കാം. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ, ലവ് യു ഓൾ ഗൈസ്.